നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. ബി.ജെ.പി. സംസ്ഥാന കൌൺസിൽ അംഗവും തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ വി.പി. സുരേന്ദ്രനെതിരെ പോലീസിൽ വ്യാജ പരാതി നൽകിയ സി.ഡി.എസ്. ചെയർപേഴ്സന്റെ തെറ്റായ നടപടിക്കെതിരെ ബി.ജെ.പി. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ബി.ജെ.പി. സംസ്ഥാന കൌൺസിൽ അംഗവും തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ വി.പി. സുരേന്ദ്രനെതിരെ പോലീസിൽ വ്യാജ പരാതി നൽകിയ സി.ഡി.എസ്. ചെയർപേഴ്സന്റെ തെറ്റായ നടപടിക്കെതിരെ ബി.ജെ.പി. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. സി.ഡി.എസ്. ചെയർപേഴ്സനെ ഭീഷണിപ്പെടുത്തിയെന്ന വ്യാജ പ്രചരണം നടത്തി ജനപ്രതിനിധിയെ അവമാനിച്ചതിൽ യോഗം ശക്തമായി പ്രതിഷേധിച്ചു. ബി.ജെ.പി. പാനൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് രാജേഷ് കുച്ചിലങ്ങാടി ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പിയെ കുറിച്ച് ചിന്തിച്ചത് ഇങ്ങനെയാണ്, അതിലും കുറവായിരുന്നു എന്നാണ്. എന്നാൽ ഭാരതത്തിൽ മാത്രം 19 കോടി അംഗങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ബി.ജെ.പി. ആ ബി.ജെ.പിയെ ഈ സി.ഡി.എസ്. ചെയർപേഴ്സൺ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നുവെങ്കിൽ അത് മൂഢത്തരമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് അപ്പുറമാണ് സി.ഡി.എസ്. ചെയർപേഴ്സൺ എന്ന അധ്യക്ഷൻ സൂചിപ്പിക്കേണ്ടായി. അതൊരു പക്ഷെ നിയന്ത്രിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചുമതലപ്പെട്ട ആളുകളായിരിക്കാം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു ഭയപ്പാട് ഞങ്ങൾക്കില്ല. ഈ പഞ്ചായത്തിനകത്ത് സി.ഡി.എസ്. ചെയർപേഴ്സന്റെ മുറിക്കകത്തേക്ക് അവരുടെ അനുവാദം ചോദിച്ചു വേണം കടക്കാനെന്ന് പറയുന്നത് തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടേതും അവർ നിയന്ത്രിക്കുന്ന സി.ഡി.എസ്. ചെയർപേഴ്സന്റെയും ധാർഷ്ട്യമാണ്. ആ ധാർഷ്ട്യത്തിന് മുമ്പിൽ മുട്ടുമടക്കാൻ ബി.ജെ.പി. തയ്യാറല്ല. ഞങ്ങൾക്ക് ഒരു അനുവാദവുമില്ലാതെ ഈ പഞ്ചായത്തിലെ എല്ലാ മുറിക്കകത്തും പ്രവേശിക്കാൻ അനുവാദമുണ്ട് എന്ന് ഈ ചെയർപേഴ്സൺ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. പഞ്ചായത്ത് അംഗവും പൊയിലൂർ ഏരിയ പ്രസിഡന്റുമായ എ.കെ. ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. വി.പി. സുരേന്ദ്രൻ, വി.പി. മനോജ്, വി.പി. ബാലൻ, വി.പി. പത്മനാഭൻ, സജീവൻ എതുകുലം, പഞ്ചായത്ത് അംഗം സുധാ ബാസു, പി. സവിത, എസ്.എസ്.സി. മോർച്ച ജില്ലാ പ്രസിഡന്റ് ഇ.പി. ബിജു, സി. രാഘവൻ, എം. കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സി. റിനീഷ് സ്വാഗതവും ഇ. മനോജ് നന്ദിയും പറഞ്ഞു. സമഗ്ര ന്യൂസ് പാനൂർ.